ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് എ സികളെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എല്ലാവരും എ സി വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ കുറച്ച് ബെസ്റ്റ് എ സികളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് 1.5 ടൺ ആയിക്കോട്ടെ, 1 ടൺ ആയിക്കോട്ടെ. നമുക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾ അതായത് 1.5 വാങ്ങിക്കണോ 1 ടൺ വാങ്ങിക്കണോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ജസ്റ്റ് ക്വിക്കായിട്ട് തന്നെ പറഞ്ഞു പോകാം, നമ്മൾ അധികം ലാഗ് അടിക്കാതെ തന്നെ പറഞ്ഞു പോകട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ അത് ആദ്യം തന്നെ ഒരു സാധനം ക്ലിയർ ചെയ്യാം. കുറേ പേര് പറയുന്നുണ്ട് ഓൺലൈനിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടില്ല. കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഓൺലൈൻ വാങ്ങിച്ചാൽ വാറണ്ടി കിട്ടില്ല എന്നൊക്കെ പറയും. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും വാറണ്ടി ഇപ്പോൾ ഡയറക്ട്ലി പ്രൊവൈഡ് ബൈ സർവീസ് അല്ലെങ്കിൽ ഇപ്പോൾ ബ്രാൻഡാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ അടിച്ചേർന്ന ബില്ലിൽ തന്നെ ഉണ്ടായിരിക്കും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രാൻഡാണ്, അവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓൺലൈൻ വാങ്ങിച്ചാലായിക്കോട്ടെ ഓഫ്ലൈൻ വാങ്ങിച്ചാലായിക്കോട്ടെ ഒരു വ്യത്യാസമില്ല. പറയുമ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിലേക്കും ഓൺലൈൻ മാർക്കറ്റിലേക്കും രണ്ടും ഡിഫറെൻറ്റ് മോഡൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും ബെറ്റർ ഓൺലൈൻ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് ഓൺലൈൻ തന്നെയാണ്. ചില കടകളിൽ മാത്രം ചിലപ്പോൾ എന്തെങ്കിലും ഓഫർ കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം, അത് നമ്മൾ പറയുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ മോഡലുകളും എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ തൃശ്ശൂർ വീട്ടിലിരിക്കുന്നത്, എറണാകുളത്ത് ഇരിക്കുന്നത് ഒക്കെ നമ്മൾ ഓൺലൈൻ തന്നെ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ റൂമിലിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ 3 ഉണ്ട്. എൻ്റെ റൂമിലിരിക്കുന്നത് പാനസോണിക്കിൻ്റെ, എൻ്റെ വീട്ടിൽ 2 പാനസോണിക് ഉണ്ട്. പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ ഹോട്ട് ആൻഡ് കൂൾ മോഡലാണ്. 45,000 ആ റേഞ്ചിൽ വരുന്നൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് എന്താ പറയുക, റിമോട്ടാണത്. നിങ്ങൾക്ക് അപ്പോൾ ഞാൻ 22 ടൈനുണ്ടെന്ന് വെച്ചാൽ എൻ്റെ മുഖത്തൊക്കെ സാധനം അടിക്കുന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പായ സാധനത്തിന് പാനസോണിക്ക് പെട്ടെന്ന് കൂളാവും. 1.5 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 1.45 ടണ്ണൊക്കെ കിട്ടും. ഇപ്പോൾ എൽ ജിയുടെ പുതിയ മോഡലിലൊക്കെ അത് കൂട്ടിയിട്ടുണ്ട്. പണ്ടത്തെ മോഡലിലൊക്കെ അത് 1.39 ടണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. 1.5 ടൺ വാങ്ങിച്ചാൽ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡുകൾക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി പാനസോണിക് പോവാം. ബെസ്റ്റ് സെല്ലിംഗ് ടോപ്പ് ഇൻ ഹോം കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് പാനസോണിക്. ഇപ്പോഴത്തെ പുതിയ മോഡലുകൾക്കൊന്നും സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യം 2023 മോഡൽ ആ റേഞ്ചിലൊക്കെ വന്ന് ഇറങ്ങിയ ഒരു ഇനീഷ്യൽ മോഡലിൽ മാത്രമേ സൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതും ഓഫ്ലൈനിൽ സെല് ചെയ്ത മോഡലിൽ. ബാക്കി ഒരു സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ എ സി ഡിയും എൻ്റെ വീട്ടിൽ വേറൊരു 1 ടൺ എ സി ഇരിക്കുന്നത്, അതിൻ്റെയൊക്കെ നമ്മൾ റിവ്യൂ കറക്റ്റായിട്ട് ഞാൻ സൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചതാണ്. ഒരു സൗണ്ട് സംഭവമൊന്നും ഇല്ല കേട്ടോ. കുറേ എണ്ണം വന്ന് പറയും ചിലപ്പോൾ പാനസോണിക്, അത് ഈ കടക്കാർ പറ്റിച്ചിട്ടുള്ളതാണ്, അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പാനസോണിക് നിങ്ങൾക്ക് എടുക്കാം, ഡെയ്ക്കിന് എടുക്കാം, എൽ ജിയുടെ പുതിയ 2026 മോഡൽ കിടലും സാധനമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ടണ്ണേജ് ഒക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. ആ പ്രശ്നമൊക്കെ അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കൂളിംഗ് എന്ന് വെച്ചാൽ ഈ ടണ്ണേജ് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് കുറച്ച് ലാഗ് അടിക്കും. അതിൻ്റെ പവർ ഉണ്ടല്ലോ, അതാണ് ടണ്ണേജ് എന്ന് പറയുന്നത്. അപ്പോൾ എൽ ജി. പിന്നെ നിങ്ങൾക്ക് ഈ 3 ടോപ്പ് 3 കാറ്റഗറിയിൽ ഇരിക്കുന്നത് നിങ്ങളൊരു 40-45 റേഞ്ചിൽ നോക്കുകയാണ് കേട്ടോ. പ്രീമിയം സെഗ്മെന്റിലല്ല, ഒരു അണ്ടർ 40-45 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കാരിയർ നോക്കാം. കാരിയറും ടോപ്പ് തന്നെയാണ്, USA ബ്രാൻഡാണ് കാരിയറിൻ്റെ. പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാവൽസ്, ലോയിഡ് ഉണ്ട്. ലോയിഡ് ഇപ്പോൾ എറണാകുളത്ത് തന്നെ വീട്ടിലിരിക്കുന്നത് ലോയിഡാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. ലോയിഡ് നോക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് ഒരു 20-32 ആ റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ പുതിയ മോഡൽ ഉണ്ടല്ലോ, ബീസ്മോക്ക് AI, അത് നോക്കാം. ബീസ്മോക്ക് മാത്രം എടുക്കാൻ മോഡലുണ്ടോ, വിൻഡ് ഫ്രീ ഒന്നും എടുക്കരുത്. വിൻഡ് ഫ്രീ ഒക്കെ പഴയ മോഡലാണ്. കടയിലൊക്കെ പോയി ചിലപ്പോൾ അതൊക്കെ തലയിൽ വെച്ച് തരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞത് ബീസ്മോക്ക് മോഡലാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ ടാഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഓഫർ കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുമ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നോക്കുക കേട്ടോ. അതാണ് ആകെ നോക്കാനുള്ളത്, വേറെ ഇഷ്യൂസും കാര്യമൊന്നുമില്ല. ഓഫർ കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ, അതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോയിൽ ടാഗ് തന്നെ. പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ നമ്മൾ പറഞ്ഞു. ഗോദ്രേജ് ഒന്നും ഈ റേഞ്ചിൽ പോകണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം അത്ര പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ മാത്രം ഗോദ്രേജിലേക്ക് പോയാൽ മതി. 28 കിട്ടുകയാണെങ്കിൽ മാത്രം. എന്ന് വെച്ചാൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗോദ്രേജ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യവർ. എന്ന് വെച്ചാൽ അവർക്ക് കമ്മീഷൻ കൊടുത്തില്ല, വേറെ ഒന്നുമില്ല. പറയുമ്പോൾ 5 കൊല്ലം വാറണ്ടി കിട്ടുന്നത്. സാംസങ്ങിൻ്റെ പുതിയ മോഡലിൽ 5 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും 1 കൊല്ലം തന്നെയുള്ളൂ. മോട്ടർ കംപ്രസറിന് മാത്രം 10 കൊല്ലം. പിന്നെ ചിലതിന് PCBനൊക്കെ 5 കൊല്ലം കിട്ടുന്നുണ്ട് കോമൺലി. അതിനൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരാത്ത സംഭവങ്ങളാണ്. സാംസങ്ങിൻ്റെ 5 കൊല്ലം കിട്ടുന്നുണ്ട്, ഗോദ്രേജിൻ്റെ 5 കൊല്ലം ഫുൾ വാറണ്ടി കിട്ടുന്നുണ്ട്. ഗോദ്രേജ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 28 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഗോദ്രേജ് എടുക്കാം. അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് ഒന്ന് പോകണം. അതേപോലെ തന്നെയാണ് വോൾട്ടാസും. ആ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വോൾട്ടാസിലേക്ക് പോയാൽ മതിട്ടാ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് മോട്ടോറോള അതുപോലെ തോഷിബ എന്നൊക്കെ പറഞ്ഞ് ഫ്ലിപ്കാർട്ടിലൊക്കെ കുറേ കാണാം. റിയൽമി അതൊന്നും എടുക്കണം കേട്ടോ. മോട്ടോറോള പിന്നെയും കുഴപ്പമില്ല, പക്ഷെ എന്നാലും സർവീസ് പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അത്രയും പ്രൈസ് കുറഞ്ഞ് മാത്രം കിട്ടിയാൽ മാത്രം എടുത്താൽ മതി. പിന്നെ TCLൻ്റെ അത്യാവശ്യം നല്ല സാധനമാണെങ്കിൽ എടുക്കാം. TCL നല്ല പ്രൊഡക്ട്സുകളാണ്. പക്ഷേ
ഈ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ കൺവേർട്ടബിൾ അല്ലാത്ത മോഡലൊക്കെ എടുക്കും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ എ സി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ഫീച്ചർ വേണം. നിങ്ങളുടെ എ സി ഇൻവെർട്ടർ മോഡലായിരിക്കണം, അതാണ് മെയിൻ സാധനം. ഇൻവെർട്ടർ മോഡലായിരിക്കണം, കൺവേർട്ടബിൾ ആയിരിക്കണം, സ്മാർട്ട് എ സി ആയിരിക്കണം. പ്രൈസ് കുറവാണെങ്കിൽ പിന്നെ സ്മാർട്ട് എ സി നിങ്ങൾക്ക് കിട്ടില്ല. പ്രൈസിന് 35-ന്റെ മുകളിലാണെങ്കിൽ മാത്രമേ സ്മാർട്ട് എ സി, അതും പാനസോണിക്കിൻ്റെയാണ് ഏറ്റവും ബഡ്ജറ്റ് വാല്യൂ ഫോർ മണിയിൽ നമുക്ക് സ്മാർട്ട് എ സി മോഡൽ കിട്ടുന്നത്. സ്മാർട്ട് എ സി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമുക്ക് ആപ്പിൽ ഇപ്പോൾ എൻ്റെ ആപ്പിൽ നമുക്ക് അതിൻ്റെ കറണ്ട് യൂസേജ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ കോപ്പർ വയർ എത്ര മീറ്റർ, നോർമലി 3 മീറ്ററൊക്കെയാണ് കിട്ടുക. അത് മിക്ക ബ്രാൻഡുകളും സെയിം ആണ്. അതൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. അത് കറക്റ്റായിട്ട് ചോദിക്കുക. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിക്കുകയാണെങ്കിൽ, ഓൺലൈൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിലെല്ലാം കറക്റ്റ് എഴുതിയിട്ട് അത് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ കുറേ റേറ്റിങ്ങുകളുണ്ട്. എന്താ പറയുക, ഇത്രയും കൊല്ലം ഉപയോഗിച്ച് ഇത്രയും ഒരു കൊല്ലത്തിൽ ഇത്രയും കറണ്ട് എടുക്കുന്നത്. അത് പക്ഷേ നിങ്ങൾ അത്ര നോക്കിയിട്ട് വലിയ കാര്യമാണ്. അതൊക്കെ ഒരു കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിൽ അവർ എഴുതണതാണ്. അവർ ഇത്രയും സൈസുള്ള റൂമായിരിക്കും, ഇത്രയും ടെമ്പറേച്ചറിലായിരിക്കും ആ റൂം ഇരിക്കുന്നത്. അതിനനുസരിച്ചൊക്കെയാണ് അത് കാണിക്കുക. അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ വീടുകളിൽ ഡിഫറൻറ്റ് ഷേപ്പും സൈസുകളൊക്കെയാണ്. ചിലവരുടെ എന്താ പറയുക ഹൈറ്റ് കുറവായിരിക്കും, ചിലവരുടെ ഹൈറ്റ് നല്ല ഹൈറ്റ് ആയിരിക്കും. അതൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ മാറും. കൂളിംഗ് കപ്പാസിറ്റിയും കറണ്ട് യൂസേജ് ഒക്കെ മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ റൂമിലേക്ക് ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും മാറും. പിന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളത് 1.5 ടൺ എടുക്കണോ 1 ടൺ എടുക്കണോ. നിങ്ങളുടെ റൂം 120 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ 1.5 ടണ്ണിലേക്ക് പോകുമായിരിക്കും നല്ലത്. 120 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണെങ്കിൽ 1 ടൺ ഓക്കെയാണ്. എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സെല്ലാവനൊക്കെ പറയും നിങ്ങൾ 150 നിങ്ങൾ 1 ടൺ എടുത്താൽ മതി എന്നൊക്കെ പറയും, കാശ് കുറവാന്നൊക്കെ പറയുമ്പോൾ. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് ബില്ല് കൂടും. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് അതിൻ്റെ കംപ്രസറിന്. നിങ്ങളുടെ റൂം വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മോഡൽ ഇട്ടാലും അതിന് താങ്ങില്ല. അപ്പോൾ അത്രയും കറണ്ട് ഇത് പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇൻവെർട്ടർ മോഡലിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ ഇട്ടിട്ട് ഞാൻ കുറച്ച് മിനിറ്റുകളായിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ റൂം കൂളായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും പിന്നെ എ സി ഉപയോഗിക്കുമ്പോൾ ഓട്ടോ മോഡിൽ ഉപയോഗിക്കുക കേട്ടോ. ഓട്ടോ മോഡിൽ ഉപയോഗിക്കുമ്പോൾ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. അത് ഫുൾ പവറിൽ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലി ഓൺ ചെയ്യുമ്പോൾ ഫുൾ പവറിൽ യൂസ് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ കറണ്ട് നമ്മളിപ്പോൾ 26 സെറ്റ് ചെയ്തെങ്കിൽ 26 എത്തിക്കഴിഞ്ഞ സാധനം ഷടയെന്ന് പറഞ്ഞിട്ട് കൺവേർട്ടബിൾ മോഡലാണെങ്കിൽ എസ്പെഷ്യലി അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ടൺ യൂസ് അതിലേക്ക് പോകും. അപ്പോൾ അത്രയും കറണ്ട് യൂസേജ് കുറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുമ്മ ബെനിഫിറ്റ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. കൺവേർട്ടബിൾ മോഡലും ഇൻവെർട്ടർ മോഡലും മെയിനായിട്ട് നോക്കണം. കൺവേർട്ടബിൾ അല്ലാത്ത മോഡൽ നിങ്ങൾ ഇപ്പോൾ എടുക്കണ്ട. അപ്പോൾ അതൊക്കെ പണ്ടത്തെ സാധനമാണ്, അതൊന്നും എടുക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ എനിക്ക് സർവീസ് അവരുടെ വലിയ ഇഷ്ടമൊന്നുമല്ല. ചില ഏരിയയിൽ നല്ലതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കസിൻ്റെ അവിടെയൊക്കെ ബ്ലൂ സ്റ്റാർ ആണ്. അപ്പോൾ അവൻ്റെയൊക്കെ സർവീസ് നല്ലതെന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ പക്ഷേ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു എയർ പ്യൂരിഫയർ ഉണ്ടായിരുന്നു. അതിൻ്റെ സർവീസ് ഞാൻ 0ൻ്റെ താഴെ വേണമെങ്കിൽ കൊടുക്കാൻ അങ്ങനെ കൊടുത്തേനെ, അങ്ങനെ ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പുതിയ എയർ പ്യൂരിഫയർ ഓർഡർ ചെയ്തു, കോവൻ്റെ. ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഫിൽറ്ററും കിട്ടാലും അവരെ വിളിച്ചാലും കിട്ടില്ല, അങ്ങനത്തെ സർവീസ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ബ്ലൂ സ്റ്റാർ. നിങ്ങളുടെ സർവീസ് ഏരിയയിൽ നല്ല സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ബ്ലൂ സ്റ്റാർ അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും. ഇന്ത്യൻ കമ്പനിയാണ്. അതാണ് പിന്നെ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഹൈസെൻസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാം. ഹൈസെൻസും വലിയ മോശമില്ല, ഹയ്യറിനെക്കാട്ടൊക്കെ ഭേദമാണ്. ഹയ്യർ എടുക്കണ്ട. ഹയ്യർ എടുക്കാൻ നോക്കുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈസെൻസ് എടുക്കാം. എന്താ വെച്ചാൽ ഹൈസെൻസ് നമുക്ക് 30 താഴെ കിട്ടും. 27-28 രൂപയ്ക്ക് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ 25-26 രൂപയ്ക്ക് കിട്ടും. 24 രൂപയ്ക്ക് കാണിക്കണേ കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ റേഞ്ചിൽ വൈഫൈ മോഡൽ കിട്ടുന്നുണ്ട് ഹൈസെൻസിൻ്റെ. അത് ഹൈസെൻസ് ആ റേഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാട്ടോ. പിന്നെ എൽ ജിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ നിങ്ങൾ പറയാത്ത വല്ല ബ്രാൻഡുകളുണ്ടോ? കാരിയറിന് നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വെർപൂൾ എടുക്കണ്ട, IFB എടുക്കണ്ട. കടയിൽ പോയി കഴിഞ്ഞാൽ അവരതൊക്കെ തലയിൽ അഴിക്കാൻ നോക്കും. അവർക്കൊക്കെ കമ്മീഷൻ കൂടുതലാണ്, വേറെ ഒന്നുമല്ല. IFB പണ്ടത്തെ IFB നല്ലത്. ഇപ്പോൾ പുതിയ IFB അതൊക്കെ. ഡെയ്ക്കിൻ എടുക്കാം. ഡെയ്ക്കിനൊക്കെ ടോപ്പാണ്. ടോപ്പ് 3 നമുക്ക് ഞാൻ പറയുന്നത് പാനസോണിക്, LG, ഡെയ്ക്കിൻ്റെ. അതിൽ സ്മാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റേഞ്ചിൽ പാനസോണിക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ LGൻ്റെയും 2026 മോഡൽ കേട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ. ഗോദ്രേജ് ഞാൻ പറഞ്ഞല്ലോ, അത്രയും പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞാൽ ഗോദ്രേജിൽ ഇത്ര പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നു. ഓൺലൈനിൽ കിട്ടും, പക്ഷേ ഫ്ലിപ്കാർട്ടിലൊക്കെ ഭയങ്കര പ്രൈസ് കുറഞ്ഞ് കിട്ടും. റിയൽമി ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. റിയൽമി ഒക്കെ 22 രൂപയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട്. റിയൽമി എടുക്കണ്ട കേട്ടോ. 2026 മോഡലാണ്. പക്ഷേ അത് വെറുതെ റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ്. ചൈനീസ് സാധനം റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് മാർക്ക് യു ബൈ ഫ്ലിപ്കാർട്ട് അതൊന്നും എടുക്കല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ടാഗ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അവിടെ നിന്ന് തന്നെ എടുക്കാം കേട്ടോ. ടാഗിങ് എന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് AC കൾ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസ്, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, ഇതിലെല്ലാത്തിലും മിക്ക എല്ലാത്തിലും ഇനീഷ്യൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചാർജും ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു 800 രൂപ അങ്ങനെ വരും കേട്ടോ. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോകണം. ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് ഒരു 1500 താഴെ മിക്ക ബ്രാൻഡുകൾക്കും വരുന്നുണ്ട്. ചില ബ്രാൻഡുകൾ ഫ്രീ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു സാംസങ് ഇപ്പോൾ
ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എന്താ ഓർഡർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഞാൻ എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നിയത് ഫ്രീ ഗോദ്രേജാണെന്നുണ്ട് ഫ്രീ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ മതി. അപ്പോൾ നമുക്ക് ഇനി വലുതാക്കണം എന്നുണ്ടാ വൈൻഡപ്പ് ചെയ്യാം. അറിയില്ലാണോ? ബൈ.